ഹലോ ഗൈസ്. സോ ഇന്ന് ഒരു പുതിയ വ്ളോഗിൽ സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ബർത്ത്ഡേ വ്ളോഗാണ്. സോ ആരുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇത് സ്പെഷ്യൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം, വീട്ടിലെന്താ ഉണ്ടാക്കണേന്ന്. സോ നമുക്ക് നേരിട്ട് അമ്മയുടെ മുമ്പിൽ പോവാം. സോ അമ്മ, എന്താ സ്പെഷ്യൽ? ഒന്നും സ്പെഷ്യൽ ഒന്നുമില്ല. നമുക്ക് സാധാരണ പോലെ മീൻ കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ടാക്കണം. അത് സാധാരണ ആണോ? ഞായറാഴ്ചത്തിൽ എല്ലാ ദിവസത്തിലും സാധാരണമാണ്, പക്ഷെ ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഗൈസ്, ഇതിൻ്റെ മണം തന്നെ ഒരെണ്ണെടുത്തോട്ടെ. വേണ്ട, ഒന്നും കൂടി പറഞ്ഞേ. വേണ്ട, നമുക്ക് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഉണ്ടാകുന്ന മുമ്പ് ആദ്യം കഴിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. വേണ്ട, കഴിക്കണം. വേണ്ട, അവിടെ പച്ചിരിക്കുന്നുണ്ട്, ഫ്രൈ ചെയ്യാൻ. നമുക്ക് ബർത്ത്ഡേ ഗേളിനെ കണ്ടുവരാം. ബർത്ത്ഡേ ഗേൾ ഇവിടെ ഫോൺ തോണ്ടിരിക്കുക. അവിടെ എന്നിട്ടാ അവളവിടെ റീൽസ് തോണ്ടിരിക്കുക. നല്ല ബോധമുണ്ട്, ബർത്ത്ഡേ ആണ്. ഇനി എന്താ പണി, ഇവിടെ കിടക്കാണ്. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. അമ്മ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു കാര്യം, ഓ വാ, ആയത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ കാണിച്ചത്. ഗ്രില്ലുണ്ട് അവിടെ. സോ എന്താ കോഴികളെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത് വരുന്നത് ഇത് മാത്രം തിന്നാനാണ്, പക്ഷെ അമ്മ തന്നില്ല. അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു പറഞ്ഞെടുത്തു, കട്ടെടുത്തു. ഇനി അമ്മ എനിക്ക് പണി തന്നിട്ടുണ്ട്, അപ്പോൾ ആ പണി ചെയ്യാം നമുക്ക്. ചിക്കൻ്റെ കൊതി കാരണം ഞാൻ സംസാരിക്കാൻ മറന്നുപോയി, വെറുതെ സ്നാപ്പ് എടുത്തിട്ടുണ്ട്. മീൻകറി ഉണ്ട്, വെറ്റ് അതിന് നോക്കും കൂടിയില്ല. എനിക്ക് ചിക്കൻ മാത്രം മതി. പിന്നെ ഇതില്ലാണ്ട് ബിരിയാണി കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. അമ്മയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും മീൻ ഫ്രൈയും. ഞാൻ മീൻ കഴിച്ചില്ല. കാറ്റുണ്ട് ഗൈസ്. പപ്പായ ഇന്ന് മേഘത്തിന് കാണാൻ അത്രയും പ്രത്യേകത ഒന്നുമില്ല, ബട്ട് കാറ്റ് നല്ലതുണ്ട്, കാണാൻ പറ്റില്ല. ആ വട്ടെടുക്കുന്ന പോലെ തന്നെ ശംഖുപുഷ്പം ഇന്ന് ഞാൻ പൊട്ടിക്കണില്ല. ഇവരെ പാവങ്ങളിരിക്കട്ടെ അവിടെ. ബർത്ത്ഡേ ആയാലും എന്തായാലും പായസം എൻ്റെ വീട്ടിൽ വേണം. കാരണം ഞാൻ ഒരു പായസം എടുക്കാം. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഞാൻ ഫോൺ നോക്കുന്നത്. അപ്പോൾ അമ്മ എന്നെ പണി ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ മാങ്ങ എടുക്കാൻ. മാങ്ങ കണ്ട ആപ്പിളിൻ്റെ പോലെ തോന്നും, ബട്ട് ഇത് മാങ്ങയാണ് ഗൈസ്. പുതിനയുടെ ചട്നി ഉണ്ടാക്കാൻ കേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ബട്ട് ഫ്രിഡ്ജ് ഓഫാണ്. ഇനി നമുക്ക് മാങ്ങയുടെ പീസാക്കാം ഗൈസ്. അതിൻ്റെ പുതിന ചട്നി ഉണ്ടാക്കാം. എനിക്കുണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, ഇനി നമുക്കിതിനെ തൊളി കളയാം. മാങ്ങയാണ്, പച്ച മാങ്ങ. ക്യാമറ ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒന്നും സംസാരിച്ചില്ല. സോറി ഗൈസ്. ഞാൻ ഒരു മാജിക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, ബട്ട് അത് ആയില്ല. അപ്പോൾ ഞാൻ മാങ്ങനെ പീസാക്കി, അത് വീടെടുക്കാൻ പറ്റിയില്ല, എന്തോ കാര്യം. അപ്പോൾ നമുക്കിനി ഇതിന് കഴുകിയിട്ടിടാം. അപ്പോൾ അത് കഴുകിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാം. എനിക്ക് ഞാൻ മിക്സി ഓണാക്കില്ല, എനിക്ക് അറിയും കൂടി ഇല്ല. അപ്പോൾ നമുക്ക് അമ്മയുടെ ഹെൽപ്പ് എടുക്കാം ഗൈസ്. അപ്പം ഇനി മുളകും ഉപ്പും കൂടി ഇടാം. അതിൻ്റെ നമുക്ക് കുക്കുംബർ സലാഡ് ഉണ്ടാക്കാം. ഉപ്പ് ഇത്ര മതിയോ? ഓക്കെ, അപ്പം ഇത്ര മതി. ഓ, ഇതും കഴിഞ്ഞു. ചെവിയിൽ വീണ്ടും ഹെഡ്ഫോൺ ഇട്ട കാരണം ഞാൻ വെറുതെ സ്നാപ്പ് തെച്ചു. പാട്ട് കേൾക്കുന്ന കാരണം ഒന്നും സംസാരിച്ചില്ല ഗൈസ്. പറഞ്ഞാൽ കിട്ടി. അപ്പോൾ നമുക്ക് അമ്മ എന്തിട്ട് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് തന്നെ ഫിഷ് കറി ഞാൻ കഴിക്കില്ല. പിന്നെ ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും അത് ഞാൻ കഴിക്കും ഉറപ്പാണ്, കാരണം അത് കഴിക്കാണ്ട് പറ്റില്ല. ഇതാണ് പുതിന ചട്നി. പിന്നെ ഇതൊന്ന് രസരലാസ്. ഇതില്ലാണ്ട് ബിരിയാണി കഴിക്കാനേ പറ്റില്ല. ഇത് കുക്കുംബർ, വീട്ടിലുണ്ടായിരുന്ന കുക്കുംബറാണ്. പിന്നെ ഫേവറേറ്റായ ചിക്കൻ. ഇത് ഞങ്ങൾ ചോല ബട്ടർ പറയും. നമുക്ക് നാളെ ചോറും റെഡിയാക്കാം. ഒരു ചിക്കൻ പീസും ഒരു മീനും
ദെൻ സെർലാസ് എടുക്കാം. കുറച്ചും കൂടി നമുക്ക് ചിക്കൻ കറി എടുക്കാം ഗൈസ്. മതി. മര്യാദയ്ക്ക് ചിക്കൻ ഇപ്പുറത്തിടാൻ പറഞ്ഞത്. അമ്മ ആണെങ്കിൽ ആ ചോറ്റ് മുകളിലിട്ടു. എനിക്ക് ഇഷ്ടമായില്ല സാധനം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വന്നിട്ട് പൊറ്റാറ്റോ എനിക്കില്ലാണ്ട് കഴിക്കാൻ ഇയാളുടെ ബർത്ത്ഡേ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഗൈസ് ഇപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ വോയിസ് നിർത്തില്ല. അപ്പോൾ അവൾക്ക് കേക്ക് കണ്ടിട്ട് കൊതിയാണ്. അപ്പോൾ എൻ്റെ അമ്മ കേക്ക് എടുത്ത് മാറ്റി. നമുക്ക് ഫുൾ റെഡിയാക്കാം കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാം. സോ ഫസ്റ്റ് അമ്മ പൂജയുടെ പ്ലേറ്റൊക്കെ ഒതുക്കി വെച്ചാണ്. കേക്ക് പുറത്ത് എടുത്തപ്പോഴേക്കും വായന്ന് വെള്ളം വരാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ ഇത് മാത്രമേ എനിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ടെക്നോ ബാട്ടിട്ട് ചുണ്ടോ